കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ഡ്രസ്സ് തയ്ക്കണമെന്നായിരുന്നു. അപ്പോൾ ഞാനത് ബർത്ത്ഡേക്ക് തന്നെ തയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പരാഗിലൊക്കെ പോയി അവിടെ നിന്ന് തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അത്യാവശ്യം ഒരു 6 മീറ്റർ തുണി ഒരു അമ്പർല തയ്ക്കണം എന്നായിരുന്നു. എനിക്കൊരു പിൻട്രസ്റ്റിൽ നോക്കി ഞാനൊരു റെഫറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ആ ഒരു ലെവലിലേക്ക് എത്തിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് മെറ്റീരിയൽ ചോദിച്ചതും ഡിസൈൻ വന്നതും വേറെ രണ്ട് റെഫറൻസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പരാതിയിൽ പോയി തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതിന് മാറ്റൊരു ഷോളൊക്കെ എടുത്ത് വന്ന് നോക്കുമ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയില്ലല്ലോ. ഞാനത് കുറേ എങ്ങനെയെങ്കിലും ആ ഒരു ഡിസൈനറിനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കി. പക്ഷേ കിട്ടിയില്ല. എന്താ പറയുക, ദൈവം നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം ആഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടും, നമുക്കത് നേടിത്തരും എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോണ്ട് അത് ആ വീട്ടിലൊരു പുറപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിൽ നിന്ന് തന്നെ ട്രേസ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വരയ്ക്കാൻ ഭയങ്കര കഴിവായി കാരണം പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് തന്നെ ട്രേസ് എടുത്ത് വരച്ച് പിന്നെ പെയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെയിൻ്റായിരുന്നു ഞാൻ മെയിനായിട്ട് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും ആരി വർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ ആ തുണി ഇങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന തുണിയാണ്. അപ്പോൾ പിന്നെ അതെന്തായാലും നടക്കില്ല. അപ്പോൾ പെയിൻ്റ് ആകുമ്പോൾ പിന്നെ നമുക്കും എളുപ്പം, അധികം സമയവും വേണ്ട എന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ പെയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു അമ്പർല കട്ടൊക്കെ വെട്ടി ഫുൾ അമ്പർല യൂട്യൂബൊക്കെ നോക്കി അതുപോലെയൊക്കെ വെട്ടി എടുത്ത് ഇതൊക്കെ കിടന്നും മറഞ്ഞും നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഏകദേശം 1 മാസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഞാനിങ്ങനെ കുറച്ച് നമ്മൾ തയ്ക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത് കേട്ടിട്ടില്ലേ. തലേ ദിവസം ആകുമ്പോൾ എല്ലാതും പുറത്തേക്ക് എടുക്കാം. ഞാനും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. ഇതെനിക്ക് വേണോ തയ്ക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാനും ഇരുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ നമുക്ക് ബർത്ത്ഡേക്ക് തന്നെ എന്തായാലും തയ്ച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനത് എടുത്ത് തയ്ക്കാൻ വേണ്ടി. കളറിങ് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു. കളർ ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്കത് എന്തോ ഇഷ്ടമായില്ല. കളർ ചെയ്ത് ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത്ര വലിയ ഭൂമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പരാഗിൽ പോയിട്ട് നമുക്ക് ഫ്രണ്ടിൽ മാത്രം വേറൊരു പീസ് വെച്ച് കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ തുണിക്കൊക്കെ നല്ല പൈസയായ കാരണം പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ലെങ്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കട്ടുകുട്ടപ്പണികളൊന്നും നടത്താമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ ഗ്ലിറ്ററൊക്കെ വെച്ച് നടുക്കിലൊരു ആ പൂവിന് കുറച്ച് ഞരമ്പൊക്കെ വരച്ചൊക്കെ കൊടുത്ത് വന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. പിന്നെ അതിന് പൂവും കായും ഇലയൊക്കെ ഇത്തിരി കൂടുതൽ നല്ല ഇത്തിരി കളർഫുള്ളാക്കി കൊടുത്തു. ആദ്യം ഞാൻ 2-3 പേസ്റ്റൽ ഷെയ്ഡ് കൊടുത്തപ്പോൾ പേസ്റ്റൽ ഷെയ്ഡായിരുന്നു ഭംഗിയും തോന്നി. പിന്നെ ഡാർക്ക് ഷെയ്ഡുകൾ കൊടുത്തപ്പോൾ ഡാർക്ക് ഷെയ്ഡായിരുന്നു കൂടുതലും ഭംഗിയും തോന്നി. പുലർച്ചെ ഇരുന്ന് തയ്ക്കാം. പുലർച്ചെ 12 മണി നേരത്താണ് ഇരുന്ന് തയ്ക്കണേ. പിന്നെ അന്തവും ഒന്നുമില്ലാണ്ട് ഞാൻ തപ്പി പിടിക്കുക എവിടെയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഷോളാണ് ഇത്. ഈ പച്ച കളർ കാണുന്നത് ഷോളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇല ഒരു ഇത് വിചാരിച്ചിട്ട് ഇലയുടെ കളർ നോക്കി എടുത്തതാണ്. പക്ഷേ ഈ ഇലയും പൂവൊന്നും വലിയ കാര്യമായിട്ട് കാണാനില്ല ഫുൾ നമ്പറിൽ വന്നപ്പോൾ. നമുക്കൊരു അന്തവും കുന്തല്ലാണ്ടായിരുന്നു നമ്മൾ തയ്ക്കണ്ടായിരുന്നു. അതിനേക്കാളും അന്തവും കുന്തല്ലാത്ത തോന്നി വരുന്നത്. അത് ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ട് 6 മണിക്കൂർ ഏകദേശം ഇരുന്നിട്ടാണ് ഞാൻ ഈ ഒരു ഉടുപ്പ് തന്നെ തയ്ച്ചെടുത്തത്. അതിൻ്റെ ഇടയിൽ കുറേ എനിക്കാണെങ്കിൽ എന്തെങ്കിലും തയ്ക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് അഴിച്ചില്ലെങ്കിൽ സമാധാനമാവില്ല. ഞാൻ കയ്യും അതൊക്കെ വെച്ച് ലൈനിങ്ങൊക്കെ വെച്ച് തയ്ച്ച് പിന്നൊക്കെ കുത്തി കൊടുത്തത് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു വിധത്തിൽ അതങ്ങോട്ട് തയ്ച്ചെടുത്തു. തയ്ച്ച് വന്ന് ഫൈനലിലേക്ക് കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അതിനിടയിൽ എനിക്ക് ഉറക്കം വന്നിട്ട് തയ്ക്കണ്ട വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ പോകാമെന്നൊക്കെ വന്നിട്ട് ഇടയ്ക്ക് എനിക്ക് ചേട്ടൻ ചായയൊക്കെ കൊണ്ടുവന്നു വന്നു. പുലർച്ചെ ചേട്ടൻ ഓർക്കണ്ടായില്ല ഇത് തയ്ച്ച് കഴിയാണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ അപ്പോൾ ഇതിൽ എനർജി കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെയും ഇരുന്ന് 2 പേരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ തയ്ച്ച് വന്നു. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ കറങ്ങണ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.